ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മൈ ഡ്രീം മാളൂട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിൽ ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ ചെറിയൊരു പായസം ഉണ്ടാക്കുന്നുണ്ട്. ഗോതമ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മിസ്റ്റർ ഷെഫാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ടു ഗോതമ്പ് പായസം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ചോറൂണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഒരു പായസം കുടിക്കാൻ തോന്നുന്നത്. ഇത് അമ്മയുടെ വിളക്കെത്തിക്കിട്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലം കേട്ടോ. അമ്മയുടെ കുഞ്ഞ് കൃഷ്ണനാണ് ഉള്ളത്. അമ്മ ഒരു കൃഷ്ണഭക്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് അമ്മയുടെ പ്രാർത്ഥനാ സ്ഥലം. ഇന്ന് നമ്മൾ വീട്ടിലാണ് കേട്ടോ, എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ അനീഷേട്ടന്റെ ശാന്തമ്മ. അനീഷേട്ടന്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ശാന്തമ്മ. ഇപ്പൊ ഇവര് അമ്മമാര് രണ്ടുപേരും കൂടെ വർത്താനം പറയുകയാണ്. മാളുകുട്ടി അതിൻ്റെ ഇടയിൽ ഉപ്പമ്മയുടെ അടുത്ത് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറൂണൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അച്ഛനും അനിയനും കടയിലേക്ക് പോയേക്കാണ്. നമുക്കൊരു കടയുണ്ട്, അപ്പോൾ അവിടെ പോയേക്കാണ്. അപ്പം അമ്മ ഒരു അംഗനവാടി ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് കിട്ടിയ കുറച്ച് റിട്ടയർഡായപ്പോൾ കിട്ടിയ സമ്മാനങ്ങളാണ് കേട്ടോ ഈ ഇരിക്കുന്നതൊക്കെ. ഇതൊരു ആനിവേഴ്സറി ഗിഫ്റ്റാണ്. അങ്ങനെ കുറേ സമ്മാനങ്ങൾ കിട്ടിയതൊക്കെ അമ്മ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്, കുറേയൊക്കെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അമ്മ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് അനിയൻ്റെ അനിയത്തിയുടെയും കല്യാണ ഫോട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ബാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചാർലി നല്ല ഉറക്കാട്ടോ. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കാണ്. പിന്നെ ഇത് ഇന്നും മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ എന്നും ഉണ്ട്. ഇന്നിപ്പോൾ ചെറിയൊരു കുറവുണ്ട്. ഇപ്പോൾ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നല്ല സുഖമാട്ടോ വൈകുന്നേരമായി ഇരിക്കാനായിട്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വൈകുന്നേരമായി വാതിക്കെ ഇരിക്കാൻ. ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ. ആ കുളത്തിൻ്റെ അവിടെയായിട്ട് നിറച്ച് കൊക്കും വൈകുന്നേരമായി നിറച്ച് കിളികളൊക്കെ വന്ന് നിൽക്കും കേട്ടോ. നല്ല ഭംഗിയാണ്. മഴയും കൂടെ പെയ്യണമെങ്കിൽ നമുക്ക് വാതിക്കയിലിരിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടെ. അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പം പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പായസത്തിൻ്റെ പണി ഏകദേശം തീരാറായിട്ടുണ്ട്. ഇന്ന് വെറുതെ ഒരു സ്പെഷ്യലൊന്നുമില്ല കേട്ടോ. വെറുതെ ഇരുന്നപ്പോൾ ഒരു പായസം കുടിക്കാൻ തോന്നി. അപ്പം അങ്ങനെ ഗോതമ്പ് പായസം, അനീഷേട്ടന് ഗോതമ്പ് പായസമായിട്ട് ഇഷ്ടം. അപ്പോൾ അത് കാരണമാണ് ഗോതമ്പ് പായസം ഉണ്ടാക്കുന്നത്. പായസത്തിൻ്റെ അവസാന ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് കേട്ടോ. കപ്പലണ്ടിയും ഏലക്ക പൊടിക്കുന്നു, അമ്മ ഏലക്ക പൊടിക്കുന്നു, അങ്ങനത്തെ പരിപാടികളിലാണ് പായസം തിളച്ചുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് തേയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഇവിടെയാട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കും, എല്ലാവരുമായിട്ടും സംസാരിച്ചൊക്കെ ഇരിക്കും. എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദിവസങ്ങളുണ്ടാവും. അപ്പോൾ പായസം നോക്കി അടിപൊളിയാണ്. നമ്മൾ കമൻ്റ് ഇട്ട് കഴിഞ്ഞു. പായസത്തിൻ്റെ പരിപാടികളൊക്കെ തീരാറായി. ഇനി കുറച്ച് ഡെക്കറേഷൻ പരിപാടികൾ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും അടച്ച് പൊളിച്ചൊരു മഴ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി മഴ വരാറാകുമ്പോഴത്തേനും അത് വലിയൊരു മലയാണ് കേട്ടോ. ആ മലയുടെ മുകളിൽ ഇങ്ങനെ പുക പോലെ വന്നു തുടങ്ങും. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാലും അങ്ങനെ ആവി പറക്കും പോലെ കാണാം കേട്ടോ. പുറകുവശമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് വറുത്തിടാനുള്ള പരിപാടിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പായസം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പായസത്തിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഈ സംഭവമാണല്ലോ പായസത്തിന് ടേസ്റ്റ് നൽകണത്. ഇങ്ങനെ ഡെക്കറേഷൻ കൊടുക്കുന്ന ഡെക്കറേഷൻ സാധനങ്ങളെല്ലാം നമ്മൾ നെയ്യിലിങ്ങനെ വറുത്തിട്ട് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ. നമുക്കെല്ലാവർക്കും ഗോതമ്പ് പായസം നല്ല ഇഷ്ടമാണ് കേട്ടോ. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലല്ലേ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് നിൽക്കുന്ന ദിവസങ്ങൾ. എനിക്കങ്ങനെയാണ് കേട്ടോ. നമ്മളിങ്ങനെ ആരെയും ഒരുപാട് മിസ് ചെയ്യില്ലേ, പുറത്തൊക്കെ ആകുമ്പോഴത്തേനും എല്ലാവരെയും മിസ് ചെയ്യും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ സമയം എല്ലാവരുടെയും കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം കണ്ടെത്താറുണ്ട് കേട്ടോ. കൂടുതലും നമ്മൾ വീട്ടിൽ തന്നെയായിരിക്കും എല്ലാവരും കൂടെ ഇവിടെ കൂടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ രണ്ട് വീടും തമ്മിൽ, ഇതെൻ്റെ തറവാടാണ്. ഞങ്ങളുടെ വീട് ഇവിടെ നിന്നൊരു 10 മിനിറ്റ് നടക്കാനുള്ളൂ കേട്ടോ. മാളക്കുട്ടി ചാർലി ആയിട്ടുള്ള കളിയൊക്കെ കഴിഞ്ഞു വന്ന വരവാട്ടെ കാണുന്നത്. ചാർലി കുഞ്ഞാണേ. അപ്പോൾ അവന് ബോളൊക്കെ തട്ടി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെ, പായസത്തിന് പരിപാടി ഇതേ കഴിഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്നും തറവാട്ടിലെ തറവാടും ഇപ്പം നമ്മളിത് ഈ കാണുന്നതാണ് തറവാട് വീട്.
അങ്ങോട്ടേക്കും 10 മിനിറ്റത്തെ വ്യത്യാസമുള്ളൂ. അപ്പം മിക്കപ്പോഴും നമ്മളിവിടെ കേട്ടോ. രാവിലെ എണീക്കുന്നു, എന്തെങ്കിലും കഴിക്കുന്നു, പിന്നെ കുറച്ച് നേരം ഇവിടെ വരുന്നു, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, എല്ലാവരുമായിട്ട് കൂടുന്നു, പിന്നെ പുറത്ത് പോകുന്നു, നമ്മളെല്ലാവരുമായിട്ട് ഒന്നിച്ച് പുറത്ത് പോകുന്നു. അങ്ങനെയാട്ടോ നമ്മുടെ നാട്ടിൽ വന്നാലുള്ള വിശേഷങ്ങൾ. അപ്പോൾ പായസത്തിൻ്റെ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചെറിയ വീഡിയോ ആയിരുന്നു ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ട്. ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.